കുറേ ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട്. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? ഞാൻ ഇന്ന് ഒരു വീഡിയോ ഇടണം. എന്തെന്ന് പറഞ്ഞാൽ, ഒരു ചേച്ചിയെന്ന് ഞാൻ അമ്പലത്തിൽ പോയപ്പോഴത്തേക്ക് കണ്ട്. അതായത് ആറ്റിങ്ങ മാരിയമ്മ ക്ഷേത്രത്തിൽ നിന്ന് പൂപ്പടയിരുന്നു. അപ്പം ഞാൻ തൊഴാൻ പോയപ്പോഴത്തേക്കും ഒരു ചേച്ചിയെ കണ്ട്. കുറേ നേരം ആ ചേച്ചിയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ ചേച്ചി ഭയങ്കര കരച്ചിലായിരുന്നു. കരഞ്ഞത് അവർക്ക് മക്കളുണ്ട്, ഒരു കുഞ്ഞ് ചെറുകുട്ടിയുണ്ട്, പക്ഷെ ആരും നോക്കണില്ല അവന്നും പറഞ്ഞ് അവർക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. ഒരു ഒറ്റയ്ക്കാണ് ഒരു വീട്ടിൽ, ചെറിയ ജലദോഷമുണ്ട്, അങ്ങനെ ഒറ്റയ്ക്കാണ് അവർ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. നമ്മൾ ഒറ്റയ്ക്കാണെന്നും പറഞ്ഞ് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഒറ്റയ്ക്കൊക്കെ ജീവിച്ച് പഠിക്കണം. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴാണ് നമുക്ക് ആരൊക്കെ ഉണ്ട്, ആരെല്ലാം നമ്മളെ സ്നേഹിക്കണം എന്നൊക്കെ അറിയാൻ പറ്റണത്. കാരണം ഒറ്റപ്പെട്ട് തന്നെ നമ്മൾ കുറച്ചൊക്കെ ജീവിക്കാൻ പഠിക്കണം. അപ്പം നമ്മളെ സ്നേഹിക്കണവരാരാണ്, നമ്മളെ അകറ്റി നിർത്തണവരാരാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, മിക്ക ആൾക്കാരും അവർക്ക് ഒറ്റപ്പെടൽ സഹിക്കാൻ പറ്റുന്നില്ലെന്നാണ് പറഞ്ഞത്. സഹിക്കണം, നമ്മൾ ഒറ്റപ്പെടലും നമ്മളെല്ലാം സഹിച്ച് ജീവിക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ, ഇന്ന് മക്കളെ നമ്മൾ സ്നേഹിക്കണതൊക്കെ വെറുതെയാണ്. മക്കൾ അവർക്ക് അറിവാകുമ്പം അവർ പറക്കാൻ പറ്റുമ്പോൾ അവരെ കാര്യം നോക്കി പോകും. പിന്നെ ഭാര്യയും ഭർത്താവും ആയിരിക്കും വീട്ടിൽ. ചിലപ്പോൾ നമ്മൾ പറയണം അവർക്ക് പിടിക്കണമെന്നില്ല, അവർ പറയണം നമുക്ക് പിടിക്കണമെന്നില്ല. മനുഷ്യനല്ലേ, നമ്മളെ ഭാഗത്തും തെറ്റുകുറ്റങ്ങൾ വരും, അവരെ ഭാഗത്തും വരും. ക്ഷമിക്കാനും സഹിക്കാനും മനസ്സുണ്ടെങ്കിൽ ഒത്തുപോകാൻ പറ്റും. അല്ല, ക്ഷമിക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ഒത്തുപോകാൻ പറ്റില്ല. ഒത്തുപോകാൻ പറ്റിയില്ല എന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ അവരെ പിടിച്ച് നിർത്തിയിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇഷ്ടപ്പെട്ട് ജീവിക്കണേക്കാളും കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് വല്ലാത്തൊരു വേദനയാണ്. അത് വേണ്ട. ചില ആൾക്കാർ നമ്മളെ കൂടെ അങ്ങ് കൂടും, ഭയങ്കര സ്നേഹമൊക്കെ തരും. അപ്പം നമ്മൾ കരുതും, ഇവർ ആണായാലും പെണ്ണായാലും, ഇപ്പം പെൺസുഹൃത്തായാലും ആൺസുഹൃത്തായാലും അവരിങ്ങനെ കൂടിയിട്ട് നമ്മളെ കൂടെ നിന്നിട്ട് ഭയങ്കര സ്നേഹമൊക്കെ അഭിനയിക്കും. അയ്യോ, അവർ നമ്മളെ ഒന്ന് പറ്റിക്കാനുള്ളിടത്തോളം പറ്റിച്ചിട്ട് നമ്മളെ 10 കുറ്റവും പറഞ്ഞിട്ട് അവരങ്ങ് ഇറങ്ങിപ്പോവും നമ്മളെ ജീവിതത്തിൽ നിന്ന്. അപ്പം അതൊക്കെ ഒരു വേദനയാണ്. അതിനേക്കാളും നല്ലത് ആരും ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്കൊന്ന് ജീവിച്ച് നോക്കിയാണ്. എന്ത് സുഖമെന്നറിയാമോ ഒറ്റയ്ക്ക് ജീവിക്കണം? അത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഒറ്റയ്ക്ക് ജീവിക്കണം. ഒറ്റയ്ക്ക് ജീവിച്ച് എല്ലാവരും പഠിക്കണം. എല്ലാ സ്ത്രീകളും, ഒരാൾ മാത്രമല്ല, പുരുഷനായാലും ഒറ്റയ്ക്ക് ജീവിച്ച് പഠിക്കണം. ഇപ്പോൾ ഭർത്താവ് വേർച്ചയിലാണെങ്കിൽ ഭാര്യ ഒറ്റയ്ക്കാണുള്ളെങ്കിൽ ഭാര്യയ്ക്ക് ജീവിച്ചല്ലേ പറ്റൂ. എപ്പോഴും ഭർത്താവിന് അടുത്തിരുന്ന് ഭാര്യയെ നോക്കാൻ പറ്റുമോ? ഭാര്യ ജോലി സ്ഥലത്ത് ദൂരെയാണെങ്കിൽ ഭർത്താവ് വീട്ടിലാണ്, ചിലപ്പോൾ അദ്ദേഹത്തിന് നാട്ടിലായിരിക്കും ജോലി. അപ്പോൾ അങ്ങേർക്ക് ഒറ്റയ്ക്ക് ജീവിച്ചല്ലേ പറ്റൂ. നമ്മൾ ആണായാലും പെണ്ണായാലും ഒറ്റയ്ക്ക് ജീവിച്ച് പഠിക്കണം. ഒരു സുഖമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒറ്റയ്ക്ക് ജീവിക്കുമ്പം പരാതിയില്ല, പരിഭവമില്ല. നമ്മൾ ആരുടെ പരിഭവവും പരാതിയും പറയാൻ അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മൾ സമയം കണ്ടെത്തണം. അമ്പലങ്ങളിലൊക്കെ പോവാം. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അമ്പലങ്ങളിൽ പോവാം. നമുക്ക് നമ്മളെ വീടൊക്കെ എപ്പോഴും വൃത്തിയാക്കി വയ്ക്കാം. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്കാണെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരും വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഞാൻ ഒറ്റയ്ക്കെന്നും പറഞ്ഞ് കിടന്ന് കഷ്ടപ്പെടണം. എന്തിനു വേണ്ടി കിടന്നിങ്ങനെ കരയണം? അതൊക്കെ ഒറ്റയ്ക്കാണെന്നും പറഞ്ഞ് കരയൊന്നും വേണ്ട. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കണം, ജീവിച്ച് പഠിക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളേ ഉള്ളൂ. നമ്മൾ ജനിച്ചപ്പോൾ ഒറ്റയ്ക്കല്ലേ മരിക്കുമ്പോഴും ഒറ്റയ്ക്കാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ജീവിച്ച് പഠിക്കണ്ടേ? അതുകൊണ്ട് നിങ്ങളൊക്കെ ഒറ്റയ്ക്കാണെന്നും പറഞ്ഞ് എനിക്കറിയാവുന്ന 2-3 ചേച്ചിമാർ ഒറ്റയ്ക്കാണെന്നും പറയും. ഈ യൂട്യൂബിൽ തന്നെ ഇപ്പം ഞാൻ കാണാറുണ്ട്. കുറേ ചേച്ചിമാർ വന്ന് പ്രതിഷേധം കുളിച്ചൊക്കെയാണ് തീർക്കണം. അവർ ഒറ്റയ്ക്കാണെന്നും പറഞ്ഞൊക്കെയാണ് അവർ വന്ന് അങ്ങനെയൊക്കെ ചെയ്യണത്. ആയിരിക്കാം, അവരെ മനസ്സിൻ്റെ വിഷമം കൊണ്ടായിരിക്കാം. ഞാൻ അവരെ ആരെയും കുറ്റം പറയണില്ല. എന്നാലും ഒറ്റയ്ക്ക് ഒന്ന് ജീവിച്ച് നോക്കിയാണ്, അതൊരു സുഖമാണ്.